ഹായ് ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായിട്ട് നോമ്പെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നോമ്പ് തുറക്കിന് നമ്മൾ ഇന്ന് ഗ്രാൻഡ് മോസ്കിൽ പോകണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ദലൂക്ക് ഇൻട്രോടൊക്കെയായിട്ട് കേൾക്കുന്നത്. Parking way. This right? നമ്മളിപ്പോൾ എവിടെ എത്തി? പറ ഗൈസ്, നമ്മളിപ്പോൾ എവിടെ എത്തി? ഇവിടെ എന്ന് പറഞ്ഞാൽ എവിടാ? നമ്മൾ ഇവിടെ നടന്നു വന്നിട്ട് വരാം. നമ്മളിപ്പോ ഇങ്ങനെ പാർക്കിങ്ങിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ ലൂക്ക? പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെവിടെ പോവാൻ? അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതാ ഗ്രാൻഡ് മോസ്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡ് മോസ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാണുന്ന മാൾ കവർ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടി വേണം പോകാനായിട്ട്. ഇവിടെ അകത്ത് ഫുൾ ഷോപ്സ് ആയിട്ട് അറബിക് ഐറ്റംസ് ആയിട്ടുള്ള ഫുൾ ഷോപ്സാണ്. നമ്മളെവിടെ എത്തിയ സ്ഥലം വേണ്ട? നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രാൻഡ് മോസ്കിന് താഴെ മാളിലാണ്. എൻ്റെ മേക്കപ്പ് എങ്ങനെയുണ്ട് ഗൈസ്? പറത്തിടാൻ പോവാണ് ഇതിൻ്റെ മുകളിൽ. പിന്നെ വെച്ച് കണ്ണൊക്കെ താഴേക്ക് എഴുതി ഗൈസ്. അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി കേട്ടോ. ഞങ്ങളുടെ ഡ്രസ്സാണ്. നമുക്ക് ഡ്രസ്സ് മാറ്റണം ഇനി. അവിടെ പെണ്ണിനെ തട്ടിലാണ് വരെടുത്തെന്ന് പറഞ്ഞു. അല്ല, ഇനി നമ്മൾ അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂം ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ കയറി നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഞങ്ങളുടെ മേക്കപ്പ് പാർട്ടി? രാവിലെ മുതൽ നമ്മൾ 5:10 മുന്നേ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഞാൻ കഴിച്ചില്ല. 13-14 ആയപ്പോഴത്തേക്ക് ബാങ്ക് വിളിച്ചു. ഞാൻ ഉറങ്ങി ഗൈസ്. ആ സമയത്ത് എനിക്ക് എണീക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഡ്രസ്സ് ഇട്ട് കാണിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് ഇനി സെറ്റ് ആക്കാനുണ്ട്. ഇതാണ് കേട്ടോ കേസ് നമ്മുടെ പള്ളി. 6:30 ബാങ്ക് കൊടുക്കുന്നത്. 6:33. അപ്പം നമ്മൾ ഇഫ്താർ കിറ്റൊക്കെ ഇട്ടിട്ട് അടിച്ചെന്നിട്ട് കഴിക്കും. അധികമൊന്നും കിട്ടൂല. ലൂക്ക കാണിച്ചാൽ മതി. ഇതൊക്കെ വേറെ ആൾക്കാരാ. ഇതെടുക്കാൻ പോലല്ലേ? നമ്മൾ നടന്ന് ഇവിടെ എത്തിപ്പിക്കും വണ്ടി വന്നിട്ട്. കാരണം ഇവിടെ ഇങ്ങനെയാണ് മിക്കവരും. ഇങ്ങനെ ഒരു വണ്ടിയുണ്ട്. അവിടെ നിന്ന് കയറിയിട്ടാണ് നമ്മളെ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട്, അതായത് നോമ്പ് തുറയുടെ അടുത്ത് നമ്മൾ എത്തിക്കും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നടന്നും പോവാം, വണ്ടിയിൽ പോവാം. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലൊക്കെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തായിട്ടോ ഞങ്ങൾ പോയത്. ഈ കാണുന്നതാണ് പള്ളി. നല്ല ഭംഗിയായിട്ട് അതിൻ്റെ അകത്ത് കയറുമ്പോഴുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. അങ്ങനെ നമ്മൾ പള്ളിയുടെ അടുത്ത് എത്തിയപ്പോഴേക്കും ഏകദേശം 5:30 ആവുന്നുള്ളൂ കേട്ടോ. ഇനി 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം. 6:33 എന്തോണം ബാങ്ക് കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്ന് കുറേ ഫോട്ടോസ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ താഴെ നിന്നുള്ള വ്യൂ കാണാനും. കുറേ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുറേ. കാരണം എന്താണ് ഇത്ര നേരത്തെ വന്നെന്ന് വെച്ചാൽ നമുക്ക് നല്ല തിരക്കായിരിക്കും, നമുക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പോയത്. പിന്നെ ഞാനിങ്ങനെ തലമുടിയിലൊക്കെ ഇങ്ങനെ തോണ്ടി അത് അഴിഞ്ഞു പോകുന്നുട്ടാ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചൊക്കെയാണ്.
പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ആയിട്ടാണ് ഇഫ്താർ വിരുന്ന് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഇഫ്താർ. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഇങ്ങനെ ഇഫ്താറിൻ്റെ ബോക്സ് ഇങ്ങനെ ഓൾറെഡി അവർ നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പോയി അവിടെ വന്ന് ഇരിക്കാം. പിള്ളേർക്ക് നേരത്തെ തന്നെ ജ്യൂസും, പിള്ളേർക്ക് നോമ്പില്ലല്ലോ, ജ്യൂസും സാധനങ്ങളൊക്കെ എടുത്ത് വെള്ളം കുടിക്കുന്നുണ്ട്, ജ്യൂസും കുടിക്കുന്നുണ്ട്. പിന്നെ 6 വരെ ആവാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കുറേ പേരിങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഷഹദയും ഫാമിലി. പാവ കുഞ്ഞ് 1.5 വയസ്സെന്തോ ആയിട്ടുള്ളൂ അവന്. ബാങ്ക് കൊടുക്കാൻ ഇനിയും ഒത്തിരി ടൈം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു പള്ളിയുടെ ഉള്ളിൽ കയറി ഇതൊക്കെ ഒന്ന് കാണാം. ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനൊരു ഇത്രയും വലിയൊരു ഗ്രാൻഡ് മോസ്കിൽ വന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഈ പള്ളി കയറുന്നത്. അപ്പോൾ എന്താ പറയുക, കയറിയപ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. മൈൻഡൊക്കെ റിലാക്സായി. ആ ഫ്ലോറിൽ ചവിട്ടുമ്പോൾ അതിൽ അകത്ത് കയറുമ്പോൾ ഭയങ്കര ഒരു കൂളിംഗ് ആയിരുന്നു കേട്ടോ. നമ്മൾ മൈൻഡൊക്കെ പീസ്ഫുള്ളായി. എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ കയറിയിട്ട്. പിന്നെ ഈ സൈഡിൽ നമുക്കങ്ങനെ ക്യാമറ അലൗഡ് അല്ല. അപ്പുറത്തെ സൈഡിൽ പോയാണ് എല്ലാവരും വീഡിയോസൊക്കെ എടുക്കുന്നത്. ഈ കാണുന്ന ഏരിയ നിസ്കരിക്കാനുള്ള ഏരിയ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് ഇടുന്നതായിരിക്കും കേട്ടോ. ഇതിനൊപ്പം തന്നെ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളെയും കാണിക്കാമെന്ന് വെച്ചാൽ പിന്നെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടി നിർത്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ ആൾക്കാരിങ്ങനെ ഇഫ്താർ വിരുന്നിന് വേണ്ടി ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഇങ്ങനെ എല്ലാവരും നിരന്നിരിക്കുകയാണ് കേട്ടോ. ബാങ്ക് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയുണ്ട് ഐറ്റംസ് അതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കാണിക്കുന്നതിന് മുമ്പ് നോമ്പ് മുറിച്ചിട്ട് കാണിക്കാം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈന്തപ്പഴം വെള്ളം എടുത്ത് കുടിച്ചിട്ടാണ് അത് കുടിച്ച് നോമ്പ് മുറിച്ചിട്ട് ബാക്കി കാണിച്ചു തരാം. ഈ ഒരു ഇഫ്താർ ബോക്സിൽ വന്നത് എന്തൊക്കെയെന്ന് വെച്ചാൽ റൈസ്, മസാലയുള്ള റൈസും പിന്നെ മട്ടനായിരുന്നു. ചില ദിവസങ്ങളിൽ ചിക്കൻ ആയിരിക്കും. പിന്നെ ആപ്പിൾ ഉണ്ടായിരുന്നു, പിന്നെ ലെബനപ്പ് ഉണ്ടായിരുന്നു, ഒരു കറി ഉണ്ടായിരുന്നു. കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ഈന്തപ്പഴം. അപ്പോൾ എല്ലാവരും ഫുൾ കഴിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നോമ്പ് വിടുന്നു. ഞാനും കുറച്ച് കഴിച്ചിട്ട് അവിടെ നിന്ന് പോരാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അകത്ത് കയറി കേട്ടോ. തിരിച്ചു പോണേക്കുമ്പോൾ ഞാൻ ഒന്നും കൂടി പള്ളി കയറിയായിരുന്നു കേട്ടോ. ഈ ഒരു പള്ളിയിൽ ജാതി മത വ്യത്യാസമുണ്ട്, എല്ലാവർക്കും കയറാൻ പറ്റുന്ന ഒരു പള്ളിയാണ് കേട്ടോ. അതേപോലെ തന്നെ നോമ്പ് തുറക്കും എല്ലാ ജാതിക്കാർക്കും വരാം എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രത്യേകത. അപ്പോൾ എൻ്റെ ചെറിയൊരു നോമ്പ് തുറ, ഗ്രാൻഡ് മോസ്കിലെ നോമ്പ് തുറ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.